ജയലളിതയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് കാവൽ മുഖ്യമന്ത്രി പനീർശെൽവം. ഡോക്ടർക്കെതിരെ തെളിവുണ്ടെന്നും രാജി പിൻവലിക്കുമെന്നും നിയമസഭയിൽ ശക്തി തെളിയിക്കുമെന്നും പനീർശെൽവം. അതേസമയം പനീർശെൽവത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ശശികല. പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുമെന്ന് പനീർശെൽവം. ഗവർണർ ഇന്ന് ചെന്നൈയിൽ എത്തില്ല. വിവരങ്ങളുമായി ജോർജറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ജോർജറ്റ്, വളരെ അനിശ്ചിതത്വത്തിലാണ് തമിഴ്നാട്ടിലെ കാര്യങ്ങൾ. ഇന്ന് ഗവർണർ എത്തില്ല എന്നുകൂടി അറിഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം രാത്രിയോടെ തമിഴ്നാട്ടിൽ ആരംഭിച്ച രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇതുവരെ വിരാമമായില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഏറ്റവും അവസാനമായി ലഭ്യമാകുന്ന വാർത്തയനുസരിച്ച് ശശികല തനിക്കൊപ്പമുള്ള 131 MLA-മാരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. രാവിലെ പനീർശെൽവം ശക്തി തെളിയിക്കാൻ, നിയമസഭയിൽ ശക്തി തെളിയിക്കാൻ ശശികലയെ വെല്ലുവിളിച്ചിരുന്നു. ഒപ്പം തന്നെ തന്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ താൻ തയ്യാറാണെന്നും പനീർശെൽവം പറഞ്ഞു. ഇതോടെയാണ് ശശികല തനിക്ക് പിന്തുണയുള്ള MLA-മാരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന നടപടിയിലേക്ക് നീങ്ങിയത്. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശശികല തയ്യാറായിരുന്നെങ്കിലും ഗവർണർ ചെന്നൈയിലെത്താൻ വൈകിയതിനെ തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ മാറ്റിവെക്കുകയും പനീർശെൽവം ശശികലയ്ക്കെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുകയുമായിരുന്നു. ഇതേ തുടർന്ന് ഗവർണറുടെ ചെന്നൈ സന്ദർശനം, ചെന്നൈയിലേക്ക് എത്തുന്നതിന് ഗവർണർ കാലതാമസം ഉണ്ടാക്കുന്നതിന് പിന്നിൽ BJP ആണെന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ശശികല ഏറ്റവും പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് തനിക്ക് പിന്തുണയുള്ള MLA-മാരുമായി രാഷ്ട്രപതിയെ കാണാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ശശികല നടത്തുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനുള്ള അനുമതി തേടിയുള്ള നീക്കങ്ങളും ഇപ്പോൾ ശശികലയുടെ ഭാഗത്തു നിന്ന് നീങ്ങുന്നുണ്ട്. ഇന്ന് രാവിലെ MLA-മാരുടെ യോഗവും ചേർന്നിരുന്നു. 131 MLA-മാർ തനിക്ക് പിന്തുണ അറിയിച്ച് യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ശശികല പറഞ്ഞത്. താൻ മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും എന്നാണ് ശശികല രാവിലെ പറഞ്ഞത്. ഇതനുസരിച്ചുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് തനിക്ക് പിന്തുണയുള്ള MLA-മാരുമായി അജ്ഞാത കേന്ദ്രത്തിലേക്ക് പോയത്. ഒപ്പം തന്നെ പറ്റിയാൽ ഇന്ന് രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അനുമതി ചോദിക്കുകയാണ് ശശികലയുടെ ലക്ഷ്യം എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം രാവിലെ ശശികല പനീർശെൽവത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. DMK-യുമായി ചേർന്ന് പാർട്ടിയുടെ അടിത്തറ തകർക്കാനുള്ള ശ്രമമാണ് പനീർശെൽവം നടത്തുന്നത്. യാതൊരു തരത്തിലുള്ള വഞ്ചനകളും അനുവദിക്കില്ല. പനീർശെൽവം പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു. ശത്രുപക്ഷത്തിനൊപ്പം കൂടി താൻ അമ്മ നയിച്ച പാതയിലൂടെ തന്നെ പാർട്ടിയെ നയിക്കാൻ കടപ്പെട്ടവളാണ്, പാർട്ടിയെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല തുടങ്ങി പനീർശെൽവത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ജയലളിതയെ കൂട്ടുപിടിച്ച് പനീർശെൽവത്തിന്റെ അതേ മാതൃകയിൽ ഇന്ന് ശശികലയും രംഗത്തെത്തുകയായിരുന്നു. അതേസമയം പനീർശെൽവം പറഞ്ഞത് തന്റെ രാജി താൻ ആവശ്യം വന്നാൽ, ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ താൻ രാജി ആവശ്യമെങ്കിൽ പിൻവലിക്കും. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ ഉടനീളം ശശികലയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും ഒപ്പം തന്നെ ജയലളിതയുടെ മരണത്തിലുള്ള ദുരൂഹതകളുമൊക്കെ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ പ്രചരണ ജാഥകളും സംഘടിപ്പിക്കുമെന്നാണ് പനീർശെൽവം പറഞ്ഞത്. എന്നാൽ ശശികലയുടെ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള നീക്കത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തിയിട്ടുണ്ട്. ശശികലയുടെ AIADMK-യിലെ അംഗത്വം സംബന്ധിച്ച്, ഒപ്പം പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിലെ വോട്ടെടുപ്പില്ലാതെ ജനറൽ സെക്രട്ടറി ആയി, താൽക്കാലിക ജനറൽ സെക്രട്ടറി ആയ ആൾക്ക് AIADMK-യുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന കാരണത്താൽ വിശദീകരണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശശികലയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് തന്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ പനീർശെൽവവും ഒപ്പം തന്നെ ശശികലയും ശ്രമിക്കുന്നത്. തന്റെ കൂടെയുള്ള 131 MLA-മാരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതോടെ പനീർശെൽവത്തിന് ഇവരുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം നിഷേധിക്കുക കൂടിയാണ് ശശികലയുടെ തന്ത്രങ്ങളുടെ ഭാഗമായി ശശികല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്ക്, നീക്കങ്ങൾക്കാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കൊപ്പം എത്രയൊക്കെ MLA-മാർ നിലനിൽക്കും എന്നതിനെ ആശ്രയിച്ചാകും വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഭാവി നിലനിൽക്കുക തന്നെയാണ്. ജോർജറ്റ്, എന്തായാലും AIADMK പിളർന്നിരിക്കുകയാണ്. മാത്രമല്ല, രാവിലെ നിയമസഭാ കക്ഷി യോഗം ചേർന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശശികല പറഞ്ഞിരുന്നത് ജയലളിതയുടെ മരണം അന്വേഷിക്കേണ്ടതില്ല, അന്വേഷിച്ചാൽ അത് അമ്മയ്ക്ക് അപമാനകരമാണ് എന്നാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പനീർശെൽവം അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ അതിനുള്ളിൽ ഒരുപാട് സത്യങ്ങൾ മറിഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കുമോ അത്തരം അമ്മയ്ക്ക് അപമാനകരമായതുകൊണ്ട് അത് അന്വേഷിക്കേണ്ട എന്ന് ശശികല പറയാനിടയായ സാഹചര്യം?
ശശികലയ്ക്കെതിരെയുള്ള ഒരു ജനവികാരം ഉയർത്തിവിടുക എന്ന തന്ത്രമാണ് പനീർശെൽവം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം പൂർണ്ണമായി വിജയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ജയലളിതയുടെ മരണത്തിൽ ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് അന്വേഷിക്കേണ്ട കടമ സംസ്ഥാന സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ താൻ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. സിറ്റിംഗ് ഹൈക്കോർട്ട് ജഡ്ജി തന്നെ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും എന്ന രീതിയിൽ അദ്ദേഹം ശശികലയ്ക്കെതിരെ ഒളിയമ്പ് എഴുതതോടെ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരം കുറച്ചുകൂടി പിടിച്ചുപറ്റുന്നതിന് പനീർശെൽവത്തിന് ആയി. ഇക്കാര്യങ്ങളൊക്കെ ഉയർത്തിയാണ് താൻ രാഷ്ട്രീയ പ്രചരണ ജാഥ തമിഴ്നാട്ടിൽ ഉടനീളം സംഘടിപ്പിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഒപ്പം തന്നെ ശശികല ഇതിനെതിരെ പ്രതികരിച്ചത് ജയലളിതയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തിയാൽ അത് അമ്മയ്ക്ക് അപമാനമാകുമെന്ന രീതിയിൽ ഒരു പ്രതിരോധ തലത്തിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു ശശികലയുടെ നിലപാടുകൾ പുറത്തു വന്നത്. എന്തായാലും അണികൾക്കൊപ്പം നിൽക്കുക എന്ന രീതിയിൽ തന്നെയാണ് പനീർശെൽവം തന്റെ നീക്കങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും നിലപാടുകളും ഒക്കെ വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ ലീഡർ തലങ്ങളിലുള്ള MLA-മാരും നേതാക്കന്മാരും ഒക്കെ ശശികലയ്ക്കൊപ്പമാണെങ്കിലും അതിന് അപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക്, പാർട്ടി പ്രവർത്തകരിലേക്ക്, സാധാരണക്കാരിലേക്ക് തന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കമാണ് പനീർശെൽവം നടത്തിയത്. ഇതിന്റെ ഭാഗമാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഏറെ ആളുകൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ജയലളിതയുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കണം, അതിന് അന്വേഷണം വേണം എന്ന തരത്തിൽ. അത്തരത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു നടപടിയാണ് പനീർശെൽവം ഇന്ന് സ്വീകരിച്ചത്. ജനങ്ങളുടെ വിശ്വാസ്യത കുറച്ചുകൂടി പിടിച്ചുപറ്റുക, ഒപ്പം തന്നെ അത് ശശികലയ്ക്കെതിരെയുള്ള ഒരു വികാരമാക്കി തിരിച്ചുവിടുക തുടങ്ങി ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ തന്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ താൻ സന്നദ്ധനാണ്. തനിക്കൊപ്പം 40-ലധികം MLA-മാർ തനിക്കൊപ്പമുണ്ട് എന്ന രീതിയിൽ പനീർശെൽവവും പ്രതികരിച്ചിരുന്നു. എന്നാൽ ഭൂരിപക്ഷം തനിക്കാണ് എന്ന രീതിയിൽ ശശികലയും മന്ത്രിസഭ രൂപീകരിക്കാൻ അനുമതി തേടിയാണ് ഇപ്പോൾ രാഷ്ട്രപതിയെയും ഗവർണറെയും കാണാൻ നീക്കം നടത്തുന്നത്. എന്തായാലും ജനങ്ങളുടെ പിന്തുണ ഉറപ്പിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി പനീർശെൽവം 100% വിജയിച്ചു കഴിഞ്ഞു. ശശികല പാർട്ടി ലീഡർമാരെയും MLA-മാരെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഗൂഢനീക്കങ്ങളും തന്ത്രങ്ങളുമായി രാഷ്ട്രീയ ഭരണത്തിലേക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധന്യ. ജോർജറ്റ്, മറ്റൊരു കാര്യം, ശശികലയെ പിന്തുണയ്ക്കുന്ന ഈ പറയുന്ന 131 MLA-മാർ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പാർട്ടി പറയുന്നു. അത്തരത്തിലാണെങ്കിൽ വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു നക്ഷത്ര ഹോട്ടലിലാണ് ഇവരെ ആദ്യം മാറ്റിയിരുന്നത്. ഗവർണർ എത്തില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ, ഇല്ലെങ്കിൽ ആ വാർത്ത അറിഞ്ഞതിന് ശേഷമാണോ ഇവരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്? ഇനി എന്തായിരിക്കും, ഗവർണർ എത്താത്ത സാഹചര്യത്തിൽ കൂടി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? രണ്ടുപേരും ഭൂരിപക്ഷം തെളിയിക്കാൻ അത്തരം ഒരു അവസ്ഥയിലേക്കാണ് തമിഴ്നാട് രാഷ്ട്രീയം എത്തപ്പെട്ടിരിക്കുന്നത്. പനീർശെൽവവും തന്റെ ഭൂരിപക്ഷം തെളിയിക്കേണ്ട സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ശശികലയും മന്ത്രിസഭ രൂപീകരിക്കാൻ തന്റെ ഭൂരിപക്ഷം തെളിയിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് രാവിലെ അണ്ണാ DMK MLA-മാരുടെ യോഗം വിളിച്ചത്. 131 MLA-മാർ പങ്കെടുത്തു എന്നാണ് ശശികലയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞത്. ഈ MLA-മാരെ പനീർശെൽവത്തിന്റെ ഭാഗത്തു നിന്ന് പനീർശെൽവം ഇടപെട്ട് അവരുടെ മനസ്സ് പിന്തിരിപ്പിക്കാതിരിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. ഒപ്പം തന്നെ ഗവർണർ തിരികെ തമിഴ്നാട്ടിൽ എത്തും വരെ ഇവരെ പനീർശെൽവത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന തരത്തിൽ ഒരു തന്ത്രമാണ് ഇപ്പോൾ ശശികല ആവിഷ്കരിച്ചിരിക്കുന്നത്. 3 ബസ്സുകളിലായാണ് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഒപ്പം തന്നെ ഗവർണർ സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ തന്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ രാഷ്ട്രപതിയെ നേരിട്ട് ചെന്ന് കാണാനുള്ള നീക്കങ്ങളാണ് ശശികല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയ MLA-മാരെ ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് എത്തിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് അനുമതി ലഭിച്ചാൽ രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് തന്റെ പിന്തുണ MLA-മാർക്കൊപ്പം രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് തനിക്കുള്ള ജനപിന്തുണ മനസ്സിലാക്കുകയും ഒപ്പം തന്നെ മന്ത്രിസഭ രൂപീകരിക്കാൻ സത്യപ്രതിജ്ഞയുള്ള ചടങ്ങുകൾക്ക് അനുമതി രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ ശശികല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് 131 MLA-മാരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. രാഷ്ട്രപതി അനുവദിച്ചില്ലെങ്കിൽ ഇനിയുള്ള ഗവർണർ അതിന് അധികം താമസിയാതെ തന്നെ എന്തെങ്കിലും ഒരു നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ഗവർണർ ഏതു തരത്തിലുള്ള നിലപാടുകളായിരിക്കും സ്വീകരിക്കുക, ആർക്കായിരിക്കും വിശ്വാസ വോട്ട് തേടാൻ അനുമതി കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊക്കെയാണ് ഇനി കാതോർത്തിരിക്കുന്നത്. ധന്യ. DMK MLA-മാരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി. ശശികലയെ പിന്തുണയ്ക്കുന്ന 131 MLA-മാരെയാണ് മാറ്റിയത്. അതേസമയം MLA-മാർ ഇന്ന് രാത്രി ദില്ലിയിലേക്ക് തിരിക്കും. രാഷ്ട്രപതിയെ കാണാൻ ദില്ലിയിലേക്ക് തിരിക്കും. വിവരങ്ങളാണ് ജോർജ് ജോൺ നൽകിയത്. അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് പനീർശെൽവം. ആവശ്യമെങ്കിൽ രാജി പിൻവലിക്കും. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കും. ശശികലയെ താൽക്കാലികമായി ജനറൽ സെക്രട്ടറിയാക്കിയത് ഇടക്കാല ജനറൽ സെക്രട്ടറിക്ക് പകരം പുതിയ ആളെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പനീർശെൽവം പറഞ്ഞു. அரசியல் வாழ்க்கையில் கட்சிக்கு ஆட்சிக்கும் எந்த நிலையிலும்
ஆளுங்கட்சியாக இருந்த பொழுதும் சரி, எதிர்க்கட்சியாக இருந்த பொழுதும் சரி, கட்சிக்கு எந்த நிலையிலும் பன்னீர்செல்வம் துரோகம் செய்தான் என்ற பெயர் என்னிடம் எப்பொழுதும் ஏற்பட்டதில்லை. இப்பொழுது மட்டும் அவர்கள் புதிதாக ஒரு பிரச்சனையை இங்கே பத்திரிகைகள் வாயிலாக சொல்லிக் கொண்டிருக்கிறார்கள். அதற்கு காலம்தான் உரிய பதிலை தரும். ராஜினாவை திரும்ப பெறுவதற்குரிய ஒரு கட்டாய சூழல் ஏற்பட்டால் உறுதியாக திரும்ப பெறுவேன். மாண்புமிகு இதயதேவம் புரட்சி தலைவி அம்மாவுடைய உடல்நிலை பற்றிய சந்தேகங்கள் இன்றைக்கு பரவலாக நாட்டு மக்களிடையே அவருடைய இதயங்களிலே இருக்கிறது. ഇപ്പോൾ ദീപ ജയകുമാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. And it will be the proper time to invite him. So that also comes. I'm not going to make any comment on this right now. The only thing I can say is we have to wait and see what happens next. How about the future of the party, ma'am? Because you are very much concerned about the people in party. When you spoke to the media, when you addressed, you already said that we need to serve the party and also the favor of the people. Yes, right now we can see that there is confusion and there is a lot of chaos. We'll have to wait and see how it goes from here. Ma'am, That's all I can say for now. Thank last you. question, ma'am. If party requires and if the party people, if party cadre and leaders comes to you and requires you to come to the party and to join them, will you join your hand? No, I said right now this is all I can say. We'll have to wait and see how it goes. So you are also in favor of the party? I'm not saying anything at all. I said we'll have to wait. No more questions, please. Thank you. என்ன செய்வதாக இருந்தாலும் என்னுடைய அறிக்கை முன்னாடியே அறிவிக்கப்படும். அதாவது என்னென்ன திட்டங்கள் இருக்கோ அறிவிக்கப்படும். யூகங்களும் வதந்திகளையும் யாரும் நம்ப வேண்டாம். என்னுடைய திட்டங்கள் அறிவிக்கப்படும். எதுவாக இருந்தாலும் அடுத்த கட்டம் எதுவாக இருந்தாலும் அறிவிக்கப்படும். நிச்சயமாக அறிவிப்பை நான் வெளியிடுவேன். அடுத்த கட்ட உங்களுடைய நடவடிக்கை அறிவிப்பா நாங்கள் எப்போ எதிர்பார்க்கலாம்? 24 அதாவது 24ஆம் தேதி திட்டமிட்டபடி என்னுடைய பணிகள் இருக்கும். இடையில் வேறு எந்த அறிவிப்பு இருந்தாலும் அது சொல்லப்படும். Thank you, ma'am. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. വരുന്ന ദിവസങ്ങളിൽ അത് കാണാമെന്നാണ് ജയലളിതയുടെ സഹോദരപുത്രി ദീപ ജയകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അനിശ്ചിതത്വങ്ങൾക്ക് ആശങ്കകൾക്കും നടുവിലാണിപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം. ഈ സാഹചര്യത്തിൽ തമിഴ് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. அவங்க இறந்த பிறகு திடீர்னு சில மாற்றங்கள் எல்லாம் நடந்துகிட்டு இருக்குது. இப்போ என்னென்னா ஒரு பார்ட்டி சசிகலா கொண்டு வரணும் இல்லையாங்க, ஒரு பார்ட்டி பன்னீர்செல்வத்தை கொண்டு வராங்கன்னு இல்லையாங்க. என்ன நடக்குதுன்னே தெரியல. ஆனால் அவங்களுக்கு அம்மாவோட இருந்ததோட அவங்களுக்கு இந்த கட்சியில் உள்ள பெரிய ஈடுபாடுகள் எல்லாம் ஒன்றும் கிடையாது. அதனால் பன்னீர்செல்வம் இருந்தால் நல்லா இருக்கணும் உள்ள கருத்து இருக்குது. இப்போ சூழ்நிலையில் தமிழ்நாட்டில் முதலமைச்சர் ஏற்கனவே பல ட்ரிப் தடவை இருந்ததால் துணிச்சலோட செயல்பட்டு இதோட எல்லாம் இருந்துருச்சு. இவங்களுக்கு முதலமைச்சருக்கு தகுதியே கிடையாது, அது கொடுக்கக்கூடாது. இவர் இருந்தால் பிரச்சனை இல்லையே, ஒவ்வொரு சொல்லுங்க இருக்கட்டும் அப்படின்னு சொல்லிட்டு மக்கள் இன்னும் அனைவரும் வெறுத்தான் சொல்லியாங்க. அது அம்மா இருந்த மாதிரி அவங்க தான் செய்யணும். அதனால் பன்னீர்செல்வம் தான் வேணும். என்னென்னா அவர் ஏற்கனவே ஆட்சியில் இருந்திருக்காருல, கொஞ்சம் நல்லதாக தான் இது பண்ணிகிட்ருக்காரு. நம்ம அம்மா இருக்க நேரத்தில் அவங்களுக்கு இஷ்டப்பட்டு அவங்கள தான் அமர்த்தினது. அதனால் கண்டிப்பாக அவர் தான் இருக்கிறதா நல்லது. பன்னீர்செல்வம் தான் அந்த நிறைய பண்ணிருக்காங்க. ஜெயிலில் இருக்கும்போது அவங்க வந்திருக்காங்க, அவங்க இருக்கிறது நல்லது. 29 ദിവസം നീണ്ടുനിന്ന ലോ അക്കാദമി സമരം അവസാനിപ്പിച്ചു. കാലതാമസം കൂടാതെ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റിന്റെ ഉറപ്പ്. വ്യവസ്ഥകളിൽ നിന്ന് മാനേജ്മെന്റ് വ്യതിചലിച്ചാൽ സർക്കാർ ഇടപെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ്. ലോ അക്കാദമിയിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കും. വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി പ്രതിനിധികളുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കാൻ ധാരണയായത്. ലോ അക്കാദമി പ്രിൻസിപ്പലിനെ മാറ്റി പകരം യൂണിവേഴ്സിറ്റി നിയമപ്രകാരം പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാൻ ചർച്ചയിൽ തീരുമാനമായി. കരാർ ലംഘനമുണ്ടായാൽ സർക്കാർ ഇടപെടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ്. മാറ്റി എന്നുള്ളതാണ് പ്രിൻസിപ്പൽ. മാറ്റുക എന്ന് പറഞ്ഞാൽ മാറ്റുകയാണ്, കാലമൊന്നുമില്ല, മാറ്റുക. അവർ ഫാക്കൽറ്റിയിൽ ഉണ്ടാവില്ല എന്ന് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 വർഷക്കാലം അവർ ഫാക്കൽറ്റിയിൽ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവരുടെ.
ഫാക്കൽറ്റിയിലുണ്ടാവില്ല. പുതിയ പ്രിൻസിപ്പൽ നിയമനത്തിനായി മാനേജ്മെന്റ് ഇന്ന് പത്രപരസ്യം നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ചർച്ച. പത്രപരസ്യം വന്നതിനെ തുടർന്ന് ലക്ഷ്മി നായരുടെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്നോട്ടു പോവുകയും ചെയ്തിരുന്നു. ഈ പ്രിൻസിപ്പലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ എല്ലാ യോഗ്യതകളോടും കൂടിയ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ റൂൾസും ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ യോഗ്യതകളോടും കൂടിയ ഒരു പ്രിൻസിപ്പൽ ഈ തൽസ്ഥാനത്തേക്ക് വരും. തിങ്കളാഴ്ച മുതൽ അക്കാദമിയിൽ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികളും വ്യക്തമാക്കി. നാളെ പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാവും. തിങ്കളാഴ്ച തൊട്ട് റെഗുലർ ക്ലാസ് ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SFIയും ലോ അക്കാദമി മാനേജ്മെന്റും തമ്മിലുണ്ടാക്കിയ കരാറിന് സമാനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഒപ്പിട്ട പുതിയ കരാറും. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റാനും അധ്യാപക ജോലിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താനും നേരത്തെ SFIക്ക് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിരുന്നു. കൂടുതൽ ഉറപ്പുകളില്ലാതെയാണ് മറ്റു വിദ്യാർത്ഥികളും സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. ലോ അക്കാദമി മാനേജ്മെന്റ് നേരത്തെ SFIക്ക് നൽകിയ ഉറപ്പുകൾക്കപ്പുറം ഒന്നും നേടാതെയാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത്. ജനുവരി 30 നടന്ന ചർച്ചയിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് മാറ്റി നിർത്താമെന്ന് അക്കാദമി മാനേജ്മെന്റ് SFIക്ക് എഴുതി നൽകിയിരുന്നു. 5 വർഷത്തേക്ക് അധ്യാപികയായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഇതുൾപ്പെടെ SFI ഉന്നയിച്ച 17 ആവശ്യങ്ങൾ അംഗീകരിച്ചതായി മാനേജ്മെന്റ് രേഖാമൂലം ഉറപ്പ് നൽകിയിരുന്നു. പുതുതായൊന്നും ഇന്നത്തെ കരാറിലില്ലെന്ന് SFI. ഇവിടെ അതിൽ കൂടുതൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചില്ല. ഞങ്ങൾ അന്നുണ്ടാക്കിയ ആ സൊല്യൂഷൻ അതുതന്നെ ശരിയെന്ന് എല്ലാവരും ഇന്ന് ഈ യോഗത്തിൽ അംഗീകരിക്കുകയുണ്ടായി. ഇവിടെ രാജ്യം ആവശ്യമായിട്ടാണ് അവർ സമരം നടത്തിയത്. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള തീരുമാനം കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗത്തിൽ തീരുമാനിച്ച അതേ കാര്യങ്ങൾ അത് അംഗീകരിച്ചു പോവുകയായിരുന്നു. ലക്ഷ്മി നായരെ ഗവേണിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം മാറ്റാനും യോഗ്യനായ ഒരു പുതിയ പ്രിൻസിപ്പാളിനെ ഇന്ന് പത്രത്തിൽ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ വന്നിരിക്കുന്നു. അതേസമയം ലക്ഷ്മി നായരെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നതാണ് പുതിയ കരാറെന്ന് സമരം അവസാനിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഈ പ്രിൻസിപ്പലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ എല്ലാ യോഗ്യതകളോടും കൂടിയ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ റൂൾസും ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ യോഗ്യതകളോടും കൂടിയ ഒരു പ്രിൻസിപ്പൽ ഈ തൽസ്ഥാനത്തേക്ക് വരും. SFI കരാർ ഒപ്പിട്ടതിനു ശേഷം 7 ദിവസം കൂടി വലിച്ചു നീട്ടിയ സമരം പുതുതായി ഒന്നും നേടാതെയാണ് അവസാനിപ്പിച്ചതെന്ന് 2 കരാറുകളിൽ നിന്നും വ്യക്തം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നളിനി നെറ്റോയ്ക്കെതിരായ ഹർജി തള്ളി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് നീക്കാൻ നളിനി നെറ്റോ കൃത്രിമം കാട്ടിയെന്നായിരുന്നു പരാതി. നളിനി നെറ്റോയ്ക്കെതിരെ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത്. അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ ഫിഷറീസ് സ്കൂളുകളിൽ 50% ഡേ സ്കോളർഷിപ്പിന് പ്രവേശനം നൽകുമെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ഫിഷറീസ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. കോഴിക്കോട് ബേപ്പൂരിൽ അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ഫിഷറീസ് സ്കൂളിൽ 50% ഡേ സ്കോളേഴ്സിന് കൂടി പ്രവേശനം നൽകും. നിലവിൽ സ്കൂളുകളിൽ താമസിച്ചു പഠിക്കലാണ് ഫിഷറീസ് സ്കൂളുകളിലെ രീതി. ഇതിന് അടുത്ത അധ്യയന വർഷം മുതൽ മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. വീട്ടിൽ താമസിച്ച് സ്കൂളിൽ പോയി വരാൻ സാഹചര്യമുള്ള 50% വിദ്യാർത്ഥികൾക്ക് കൂടി ഫിഷറീസ് സ്കൂളുകളിൽ പ്രവേശനം നൽകുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ഫിഷറീസ് സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വർഷം തൊട്ട് 50% കുട്ടികൾ ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടി അഡ്മിഷൻ കൊടുക്കാൻ നയപരമായൊരു തീരുമാനമെടുത്തു. അത് ഈ വർഷം തൊട്ട് നടപ്പിലാകും. അതിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കുറെ കൂടെ മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ, പുതിയാപ്പ, ബേപ്പൂർ, കൊയിലാണ്ടി എന്നീ ഹാർബറുകൾ സന്ദർശിച്ച മന്ത്രി ഹാർബറുകളിൽ അടിയന്തരമായി പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളിൽ വേഗത്തിൽ നടപടികൾ കൈക്കൊള്ളുമെന്ന് അറിയിച്ചു. കൊയിലാണ്ടി ഹാർബർ ജൂൺ മാസത്തിൽ കമ്മീഷൻ ചെയ്യാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.